അടുത്തൊരു അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് AC-12E. നമുക്ക് ആദ്യത്തെ സർട്ടിഫിക്കേഷൻ സമയത്തോ അക്രഡിറ്റേഷൻ സമയത്തോ ഇത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ വളരെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ ഉപകരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ഇത് ഓർഗനൈസേഷൻ ടു പ്ലാൻഡ് ഡിസ്ചാർജ് എന്നതിൽ നമുക്ക് നമ്മൾ AAC-4Gയിൽ ഡിസ്കസ് ചെയ്ത സെയിം മാറ്ററാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഒരു 24 മണിക്കൂർ മുമ്പ് എങ്കിലും ഒരു അഡ്വാൻസ് ആയിട്ട് ഈ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ ഡ്രാഫ്റ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റണം. അവരുടെ മെഡിസിൻ റിട്ടേൺ ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റണം. റീഫണ്ട് ഓഫ് മെഡിക്കേഷൻസ്, ആ പേഷ്യൻ്റ് എഡ്യൂക്കേഷനുള്ള സമയം ധാരാളമായിട്ടപ്പോൾ കിട്ടും. എന്തിനു വേണ്ടിയിട്ട് കണ്ടിന്യൂഷൻ ഓഫ് കെയർ, ചിലപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യണം. നമുക്ക് ഇൻബിറ്റ്വീൻ അവരുടെ സ്പെഷ്യൽ നീഡുകൾ കണ്ടെത്താൻ പറ്റും. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞുണ്ടാകാൻ ഉള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അവർക്കൊരു ആംബുലൻസിലാണോ കയറ്റിക്കൊണ്ടുപോകുന്നത്, അതിന് നമ്മളിവിടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെങ്കിലും സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് വാക്കറൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പേഷ്യൻ്റെയും അവരുടെ കൂടെയുള്ളവരെയും ഒക്കെ ഒന്ന് പഠിപ്പിക്കാനായിട്ട്, അഥവാ വീട്ടിൽ ചെന്നിട്ട് ഇനി വീൽ ചെയർ ഉപയോഗിക്കാനാണെങ്കിൽ വീൽ ചെയർ ആദ്യമായിട്ടായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 24 മണിക്കൂർ മുമ്പ് ഇത് പ്ലാൻ ചെയ്താലാണ് ആ വീൽ ചെയർ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ ചില മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വരുന്നത്, ആ ഓക്സിജൻ സപ്പോർട്ട് എങ്ങനെയാണെന്ന് അടുത്ത ഈ 24 മണിക്കൂർ സമയം ഇവിടെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മുടെ ഒരു നല്ലൊരു സ്ഥാപനം എന്നതിൻ്റെ വളർച്ചയുടെ പാർട്ടാണ്. എന്താണ് 24 മണിക്കൂറിന് മുമ്പ് ഈ ഒരു ഡിസ്ചാർജ് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റണം. പലപ്പോഴും ഒരു ക്രിട്ടിക്കൽ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന പേഷ്യൻസിന് സ്പെഷ്യൽ സപ്പോർട്ട് വേണം. ആ പേഷ്യൻസ് ഡിസ്ചാർജ് എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഡിസ്ചാർജ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ നേഴ്സസിനോ കെയർ ടേക്കർക്കോ മറ്റൊരു ഡ്യൂട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. കാരണം ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയി, ആ നേഴ്സിന് മറ്റൊരു പേഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരു എവിടെയും ഇല്ലാതെ ഇവിടെ കറങ്ങി അതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സൊക്കെ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് ഇതൊരു വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ AAC-12E ഓർത്ത് വെച്ചേക്കണേ. നമ്മുടെ പേഷ്യൻസിന് ഒരു നേരത്തെ കൂട്ടി തന്നെ ഡിസ്ചാർജ് പ്ലാൻ ചെയ്ത് അഡ്വൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഡിസ്ചാർജ് സമ്മറിയൊക്കെ ഹറിബറിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്നേ, അതെല്ലാം അവിടെ പ്രിപ്പയർ ആകും. അവരുടെ മെഡിസിൻ റിട്ടേണൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ AAC-4Gയും AAC-12Eയും ഫോക്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ്. കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് ഡിസ്ചാർജിന് വേണ്ടിയിട്ടുണ്ടാവണം. പറ്റുമെങ്കിൽ 24 മണിക്കൂർ സമയം ഗ്യാപ്പിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടാവണം. അത് ആ ഫാമിലിയെ പേഷ്യൻറ്റിനെ അറിയിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം എടുക്കുന്നത്? അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് AAC-12E എന്ന് പറഞ്ഞ AAC-12E എന്ന് പറഞ്ഞത് നമ്മുടെ ഓർഗനൈസേഷനകത്തൊരു പ്ലാൻഡ് ഡിസ്ചാർജ് ഉണ്ടാവണം എന്നതാണ്.